ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവരും ക്രിസ്മസ് ആഘോഷത്തിലായിരിക്കുമല്ലേ? എൻ്റെ വകയും ഹാപ്പി ക്രിസ്മസ്. എല്ലാവരും പുൽക്കൂടൊക്കെ നിർമ്മിച്ചല്ലോ അല്ലേ? ഉണ്ണീശോയുടെ തിരുജനനത്തെ അനുസ്മരിപ്പിക്കുന്ന ഈ പുൽക്കൂട് ആരാണ്, എന്നാണ്, എവിടെയാണ് ഉണ്ടാക്കിയതെന്ന് നിങ്ങൾക്കറിയാമോ? അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് ആണ് ആദ്യമായി ഉണ്ണീശോയുടെ തിരുപ്പിറവിയെ അനുസ്മരിപ്പിക്കുന്ന പുൽക്കൂട് ഉണ്ടാക്കിയത്. ഒരിക്കൽ വിശുദ്ധ ഫ്രാൻസിസ് വിശുദ്ധ നാട് സന്ദർശിക്കുവാൻ ഇടയായി. അതിന്റെ ഇടയിൽ ബെത്ലഹേമും അദ്ദേഹം സന്ദർശിച്ചു. അപ്പോഴാണ് ഉണ്ണീശോ യഥാർത്ഥത്തിൽ എങ്ങനെയാണ് ജനിച്ചതെന്നുള്ള ഒരു രൂപം വിശുദ്ധ ഫ്രാൻസിസിന് ലഭിച്ചത്. ഉണ്ണീശോയുടെ പുൽക്കൂട്ടിലെ ദാരിദ്ര്യവും എളിമയും ലോകം മുഴുവനും അറിയണമെന്ന് അദ്ദേഹം തീക്ഷ്ണമായി ആഗ്രഹിച്ചു. അതിനായി പ്രാർത്ഥിച്ച് ഒരുങ്ങി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന്റെ ഉറ്റ സുഹൃത്തായ ജിയോവാനി വെലീറ്റ എന്ന പ്രഭു അദ്ദേഹത്തെ സന്ദർശിക്കുവാനായി എത്തിയത്. വിശുദ്ധ ഫ്രാൻസിസിന്റെ ഈ ആഗ്രഹം അദ്ദേഹം തന്റെ സുഹൃത്തുമായി പങ്കുവച്ചു. ജിയോവാനി വെലീറ്റയ്ക്ക് ഗ്രേച്ചിയോയിൽ അതിമനോഹരമായ ഒരു സ്ഥലം ഉണ്ട് എന്ന് വിശുദ്ധ ഫ്രാൻസിസിന് അറിയാമായിരുന്നു. ഈ സ്ഥലം ബെത്ലഹേമുമായിട്ട് ഒത്തിരിയേറെ സാമ്യമുള്ള സ്ഥലമായതിനാൽ വിശുദ്ധ ഫ്രാൻസിസ് തന്റെ ഈ ആഗ്രഹം ജിയോവാനി വെലീറ്റയുമായി പങ്കുവച്ചു. വിശുദ്ധ ഫ്രാൻസിസിന് എല്ലാവിധ സഹായങ്ങളും ചെയ്തു നൽകാമെന്ന് അദ്ദേഹം വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. അങ്ങനെ വിശുദ്ധ ഫ്രാൻസിസിന്റെ ആഗ്രഹപ്രകാരം ജിയോവാനി വെലീറ്റയും ഫ്രാൻസിസും കൂടി ചേർന്ന് ജീവനുള്ള മൃഗങ്ങളെയും മറ്റും അണിനിരത്തി അതിമനോഹരമായ ഒരു കാലിക്കൂട് നിർമ്മിച്ചു. ഒപ്പം ഉണ്ണീശോയുടെ മരം കൊണ്ട് നിർമ്മിച്ച ഒരു തിരുസ്വരൂപവും അവരവിടെ സ്ഥാപിച്ചു. 1223 ഡിസംബർ 24 രാത്രിയിൽ വിശുദ്ധ ഫ്രാൻസിസും സഹോദരന്മാരും തിരുപ്പിറവി ആഘോഷിക്കുവാനായി ഗ്രേച്ചിയോയിൽ എത്തിച്ചേർന്നു. അവിടെ അതിമനോഹരമായി ഉണ്ടാക്കിയ പുൽക്കൂടും ജീവനുള്ള മൃഗങ്ങളെയും ഉണ്ണീശോയുടെ പ്രതിമയെയും എല്ലാം കണ്ട് സന്തോഷവാനായ വിശുദ്ധ ഫ്രാൻസിസ് ഈശോയുടെ തിരുപ്പിറവിയുടെ ഭാഗങ്ങൾ വിശുദ്ധ ലിഖിതത്തിൽ നിന്നും എടുത്ത് വായിച്ച് ബെത്ലഹേമിലെ ഉണ്ണീശോയെ കുറിച്ച് വാചാലനായി എന്നാണ് ചരിത്രം പറയുന്നത്. അന്നേ ദിവസം തന്നെ പലരും വിശുദ്ധ ഫ്രാൻസിസിന്റെ കരങ്ങളിൽ ജീവനുള്ള ഉണ്ണിയേശുവെ കണ്ടു എന്നും പറയപ്പെടുന്നു. വിശുദ്ധ ഫ്രാൻസിസിന്റെ ഈ ദൃശ്യാവിഷ്കാരം ഒത്തിരിയേറെ വ്യക്തികളെ സ്വാധീനിക്കുകയും ഇതിന്റെ പ്രചാരം എല്ലാ ഭാഗങ്ങളിലും എത്തുകയും ചെയ്തു. അങ്ങനെ 1291 നിക്കോളസ് 4-ാമൻ മാർപ്പാപ്പയും റോമിൽ പരിശുദ്ധ ദൈവമാതാവിന്റെ ബസിലിക്കയിൽ ഇങ്ങനെയൊരു പുൽക്കൂട് നിർമ്മിക്കുവാനായി ആഹ്വാനം ചെയ്യുകയും ചെയ്തു. ഇതാണ് പുൽക്കൂടിന്റെ ചരിത്രം. വിശുദ്ധ ഫ്രാൻസിസ് അസീസി ആദ്യത്തെ പുൽക്കൂട് ഇറ്റലിയിലെ ഗ്രേച്ചിയോയിൽ നിർമ്മിച്ചതിന്റെ 800-ാം വാർഷികത്തിന്റെ ഭാഗമായി കോൺഫറൻസ് ഓഫ് ദ ഫ്രാൻസിസ്കൻ ഫാമിലി ദണ്ഡവിമോചനം നേടാനുള്ള അവസരം നൽകണമെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പയോട് അഭ്യർത്ഥന നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ പൂർണ്ണ ദണ്ഡവിമോചനം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നമുക്ക് ആത്മീയ ഉണർവ് നൽകുന്ന കൃപയുടെ ജീവിതം സമൃദ്ധമാക്കുന്ന ഈ അവസരം പ്രയോജനപ്പെടുത്താം. കുമ്പസാരിച്ച് വിശുദ്ധ കുർബാന സ്വീകരിച്ച് ഏതെങ്കിലും ഒരു ഫ്രാൻസിസ്കൻ ദേവാലയത്തിലെ തിരുപ്പിറവി ദൃശ്യത്തിനു മുൻപിൽ നിന്നുകൊണ്ട് പരിശുദ്ധ പിതാവിന്റെ നിയോഗാർത്ഥം വിശ്വാസ പ്രമാണം, ഒരു സ്വർഗസ്ഥനായ പിതാവും ഒരു നന്മ നിറഞ്ഞ മറിയമേയും ഒരു ത്രിസ്തുതിയും ചൊല്ലി പ്രാർത്ഥിച്ച് ഈ അവസരം പ്രയോജനപ്പെടുത്താം.